നമോ ഭഗവതേ വാസുദേവായ. നമസ്കാരം. കർക്കടക മാസത്തിൽ ശീവോതി വയ്ക്കുന്നതിനെക്കുറിച്ചും കർക്കടക വാവ് ആചരിക്കുന്നതിനെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും കർക്കടക വാവ് ബലി തർപ്പണത്തിൻ്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ക്ഷേത്രങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ പിതൃതർപ്പണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് സ്വന്തം ഗൃഹത്തിൽ പിതൃക്കൾക്ക് ബലിതർപ്പണം എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഗൃഹത്തിൽ ബലികർമ്മം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബലികർമ്മത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ദർഭ, എള്ള്, അരി, ചെറുള, കറുക, തുളസി, ചന്ദനം, ജലം, വാഴയില എന്നിവയാണ്. ആചാരപ്രകാരമുള്ള ശുദ്ധികർമ്മങ്ങൾ പാലിക്കണം. കർക്കടക വാവിന് പൂർവികർ സന്തതി പരമ്പരകളുടെ പൂജയും ബലിതർപ്പണവും പ്രതീക്ഷിച്ച് എത്തുമെന്നാണ് വിശ്വാസം. പിതൃക്കളുമായി ബന്ധമുള്ള ആർക്കും ബലികർമ്മം അനുഷ്ഠിക്കാം. ജ്ഞാത അജ്ഞാത പിതൃക്കൾക്കായി ബലി അനുഷ്ഠിക്കുന്ന ദിവസമാണ് കർക്കടക മാസത്തിലെ അമാവാസി ദിനം. പിതൃവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആദരപൂർവ്വം സമർപ്പിക്കുക. ആയതിന് മനസ്സും ശരീരവും കർമ്മവും വ്രതത്തിലൂടെ ശുദ്ധീകരിക്കണം. ഒരിക്കൽ ഊണായി വേണം വ്രതം ആചരിക്കാൻ. 48 മണിക്കൂറാണ് വ്രതം ആചരിക്കേണ്ടത്. അതായത് വാവിൻ്റെ അന്നും തലേ ദിവസവും മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും പഴകിയ ഭക്ഷണവും വർജിക്കണം. പുതിയ വസ്ത്രമോ അലക്കിയ വസ്ത്രമോ വേണം ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. ക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് ശിവ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. നാമജപവും പിതൃസ്മരണയും അത്യാവശ്യം. വാവിൻ്റെ അന്ന് രാവിലെ ഉണക്കലരി കൊണ്ട് ബലിച്ചോറ് വയ്ക്കണം. പകുതി വേവാണ് കണക്ക്. നിലവിളക്ക് തെളിയിച്ച് കിണ്ടിയിൽ വെള്ളം നിറച്ച് കിണ്ടിയുടെ വാൽ തെക്കോട്ട് തിരിച്ചു വയ്ക്കുക. ഗണപതി ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും മനസ്സിൽ സങ്കല്പിച്ച് നന്നായി പ്രാർത്ഥിച്ച് നിലവിളക്കിന് മുമ്പിൽ തുളസിപ്പൂവ് സമർപ്പിക്കുക. എന്നിട്ട് വേണം ബലികർമ്മങ്ങൾ ആരംഭിക്കുവാൻ. പുരുഷന്മാർ തെക്കോട്ടും സ്ത്രീകൾ കിഴക്കോട്ടും തിരിഞ്ഞിരുന്നാണ് ബലിതർപ്പണം നടത്തേണ്ടത്. നേരത്തെ പറഞ്ഞ സാധനങ്ങളിൽ ദർഭ കൊണ്ട് പവിത്ര മോതിരം ഉണ്ടാക്കി അത് ധരിച്ചു വേണം കർമ്മം ചെയ്യുവാൻ. 2 ദർഭയെടുത്ത് 2 ചാൺ നീളത്തിൽ 3ആയി മുറിച്ച് തൂശനിലയിൽ വയ്ക്കണം. അതിനു മുകളിൽ കറുക വിരിക്കുക. വിളക്കിനടുത്ത് ഗണപതിക്ക് സങ്കല്പിച്ച് ഒരു ഇലയിൽ അല്പം ചോറ് സമർപ്പിക്കുക. അതിനുശേഷം ചോറ് 5 ഉരുളകളായി ഇലയിൽ സമർപ്പിക്കുക. ബാക്കി വരുന്ന ചോറ് കൂടി ഇതിനു മുകളിൽ ഇടുക. എള്ള്, ചന്ദനം, ചെറുള എന്നിവ എടുത്ത് അതിനു മുകളിൽ സമർപ്പിക്കുക. ഒരു നൂല് വസ്ത്രദാനം സങ്കല്പിച്ച് അതിനു മുകളിൽ വയ്ക്കുക. അച്ഛനും അമ്മയും വഴിയുള്ള എല്ലാ ജ്ഞാത അജ്ഞാത പിതൃക്കളെയും സങ്കല്പിച്ച് വേണം ബലിതർപ്പണം നടത്താൻ. മക്കളില്ലാതെ മരിച്ചുപോയവരുടെ സ്വത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിർബന്ധമായും ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ്. ബലിയിട്ട ശേഷം തന്നെയും കുടുംബത്തെയും സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുവാൻ പിതൃക്കളോട് പ്രാർത്ഥിക്കുക. ബലിതർപ്പണ ശേഷം പിതൃക്കളോട് പിതൃലോകത്തേക്ക് മടങ്ങിപ്പോവാൻ അഭ്യർത്ഥിക്കുക. ശേഷം പവിത്രമൂരി കെട്ടഴിച്ച് എഴുന്നേൽക്കാവുന്നതാണ്. ഇലയെടുത്ത് വീടിന് പുറത്ത് കടന്ന് ശുദ്ധമാക്കിയ സ്ഥലം വെള്ളം തെളിച്ച് അവിടെ ഇല വെച്ച ശേഷം കൈ നനച്ച് 3 പ്രാവശ്യം കൊട്ടുക. കാക്കകൾ വന്ന് ചോറ് കഴിച്ചാൽ പിതൃക്കൾ അത് സ്വീകരിച്ചു എന്നാണ് വിശ്വാസം. കാക്ക ചോറ് സ്വീകരിച്ചില്ല എങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് നദിയിലോ ജലാശയങ്ങളിലോ സമർപ്പിക്കാം. ശേഷം അല്പം ബലിച്ചോറും ഇഞ്ചിത്തൈരും ഭക്ഷിക്കാം. അതിനുശേഷം മാത്രമേ മറ്റു ഭക്ഷണങ്ങൾ പാടുള്ളൂ. 108 കറികൾക്ക് സമമത്രേ ഇഞ്ചിത്തൈര്. അതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. ഇഞ്ചിത്തൈര് തയ്യാറാക്കുന്ന വിധവും ഐതിഹ്യവുമുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. സ്വന്തം ഗൃഹങ്ങളിൽ ബലിതർപ്പണം ചെയ്യുന്ന സമയത്ത് ചൊല്ലേണ്ടുന്ന വിശേഷപ്പെട്ട പിതൃനമസ്കാര മന്ത്രം അടുത്ത ദിവസം തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. ആ മന്ത്രം പഠിച്ച് തർപ്പണം ചെയ്യുന്ന സമയത്ത് ചൊല്ലുകയോ മറ്റാരെ കൊണ്ടെങ്കിലും ചൊല്ലിക്കുകയോ, ഇനി അതും സാധിച്ചില്ലെങ്കിൽ വീഡിയോയിലുള്ള മന്ത്രത്തിൻ്റെ ഭാഗം പ്ലേ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അന്നേ ദിവസം വിഷ്ണുനാമങ്ങൾ, വിഷ്ണുസ്തുതികൾ, സഹസ്രനാമങ്ങൾ എന്നിവ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. ബലിയിട്ട ശേഷം ക്ഷേത്ര ദർശനം നടത്താറില്ല. പുറത്തു നിന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. രാവിലെ പിതൃകർമ്മങ്ങൾക്ക് ശേഷം പിതൃക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കി സന്ധ്യയ്ക്ക് നാമജപത്തിന് ശേഷം പ്രത്യേകമായി തയ്യാറാക്കിയ മുറിയിൽ നിലവിളക്ക് തെളിയിച്ച് അതിനു മുന്നിൽ ഇലയിട്ട് സമർപ്പിക്കാറുണ്ട്. കർക്കടക വാവ് ആചരിക്കുന്നതിന് പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മറ്റ് സ്ഥലങ്ങളിലോ ഗൃഹങ്ങളിലോ ബലിതർപ്പണം നടത്താൻ സാധിക്കാത്തവർ ക്ഷേത്രങ്ങളിൽ പിതൃനമസ്കാരം നടത്താവുന്നതാണ്. ഒന്നും സാധിച്ചില്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് വെറ്റിലയും അടക്കയും പണവും ചേർത്ത് ദാനദക്ഷിണ നൽകുന്നത് നല്ലതാണ്.
അശുദ്ധി മൂലമോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ ബലിതർപ്പണം നടത്താൻ സാധിക്കാത്തവർക്ക് തുലാമാസത്തിലെ കറുത്ത വാവ് ദിനം ബലിതർപ്പണം നടത്താവുന്നതാണ്. പിതൃക്കൾക്ക് മോക്ഷവും ആചരിക്കുന്നവർക്ക് സമൃദ്ധിയും പുത്രനന്മയും കർക്കടക വാവ് ആചരിക്കുന്നതിലൂടെ സ്വായത്തമാകും എന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടാതെ എത്ര വലിയ പുണ്യപ്രവൃത്തി ചെയ്താലും പൂർണ്ണമാവില്ല എന്നാണ് വിശ്വാസം. നമുക്ക് നമ്മുടെ പൂർവികന്മാരെ നന്ദിയോടെ സ്മരിക്കുവാനും ആദരിക്കുവാനും കർക്കടക മാസത്തിലെ ഈ വാവുബലി ഭക്ത്യാദരപൂർവ്വം ആചരിക്കാം. ഓം